ലോകത്തിനു തന്നെ ഗുരുവായ ദക്ഷിണാമൂർത്തിയാണ് പ്രഭാതത്തിൽ എന്റെ വൈക്കത്തപ്പൻ. പാശുപതാസ്ത്രം പ്രാർത്ഥന നൽകിയ കിരാതമൂർത്തിയാണ് ഉച്ചപൂജയിൽ ഭഗവാൻ. പാർവതി സമേതനായ സാംബസദാശിവനായി സായം സന്ധ്യയിൽ ദർശനം നൽകുന്നതും ഭക്തവത്സലനായ തിരുവൈക്കത്തപ്പനാണ്. മനസ്സിലെ ആഗ്രഹങ്ങൾ മഹാദേവന്റെ നന്ദികേശനോട് ഉണർത്തിക്കുവാൻ കൊതിക്കാത്ത നാവുകളുണ്ടോ? അഷ്ടമി തിരുനാളിൽ വന്നെത്തി ദർശന പുണ്യം നുകരുവാൻ കൊതിക്കാത്ത മാനസങ്ങളുണ്ടോ? മുട്ടസ് വയ്ക്കുന്ന പ്രാതൽ ഭുജിക്കുവാനും മുറ്റത്തെ ആ ചരൽപ്പരപ്പിൽ വന്നിരിക്കുവാനും ഒരിക്കലെങ്കിലും കൊതിക്കാത്തവരുണ്ടോ? അതെ, മറ്റെങ്ങുമില്ലാത്ത ആചാരമഹിമകൾ കൊണ്ടും മാറ്റങ്ങളില്ലാതെ തുടരുന്ന രീതികൾ കൊണ്ടും സദാ പരിശുദ്ധമാണിവിടം, വിശ്വപ്രസിദ്ധമാണിവിടം. വെമ്പലനാടെന്നും വയ്യാഘ്രപുരിയെന്നും കീർത്തികേട്ട ഈ മണ്ണിലാണ് വ്യാക്രപാദ മഹർഷിക്ക് മഹാദേവൻ പാർവതി സമേതനായി സത്യദർശനം കൊടുത്തത്. ഈ മണ്ണിലാണ് ഭഗവാൻ പിതൃശ്രേഷ്ഠനായ മഹാദേവനാകുന്നത്. ഇവിടെയാണ് ആ കൂടിപ്പൂജയുടെ പുണ്യമുള്ളത്. ഈ മണ്ണിലല്ലാതെ മറ്റെവിടെയാണ് ഭഗവാനെ ഇങ്ങനെയൊരു ദേവസംഗമം നടക്കുന്നത്? ഈ മണ്ണിലിരുന്ന് ഞാൻ ജപിക്കുന്ന നമഃശിവായ നീ കൈക്കൊള്ളണമേ എന്റെ പെരും തൃക്കോവിലപ്പ, എന്റെ തിരുവൈക്കത്തപ്പ.